Hello students, welcome to Franklin's Lectures. നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സെമസ്റ്റർ 3 വരുന്ന ഒരു നോൺ കോർ സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബട്ട് വി ക്യാൻ സ്കോർ 2 ക്രെഡിറ്റ് പോയിന്റ് ഫ്രം ദിസ് സബ്ജക്ട്. ബട്ട് ഇതൊരു നോൺ കോർ സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് വാല്യൂ ഈ സബ്ജക്ട്സിന് കൊടുക്കാതെ നിൽക്കരുത്. ബിക്കോസ് എക്സാംസിന് ഈ സബ്ജക്റ്റ് വെച്ച് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലുപരി ഈ സബ്ജക്റ്റിലെ ലെസൺസും വെച്ചിട്ട് ഈ ലെസൺസ് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യത്തിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൊഡ്യൂൾ 1 പാർട്ട് 1 ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1ലെ സിലബസ് വരുന്നത് ഇങ്ങനെയാണ്: ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ്, ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ, ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ജെൻഡർ സ്റ്റഡീസ്. ഓക്കെ, ഇങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും ഈ മൊഡ്യൂളിൻ്റെ ക്ലാസ് ഉണ്ടാവുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അത് ഈ ക്ലാസ് പാർട്ട് 1ൻ്റെ ക്ലാസ് ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ്. ഓക്കെ, അതായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, വാട്ട് ഈസ് എത്തിക്സ് ആൻഡ് വൈ വി ഷുഡ് ഫോളോ എത്തിക്സ്? അത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആസ് ആൻ എഞ്ചിനീയർ സ്റ്റുഡൻറ്റ് വൈ ഷുഡ് വി ഫോളോ എത്തിക്സ്? അല്ലെങ്കിൽ ആസ് എ എഞ്ചിനീയർ സ്റ്റുഡൻസിൻ്റെ കാര്യം വേണ്ടി പേഴ്സണലി വൈ വി ഷുഡ് ഫോളോ എത്തിക്സ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് 2 രീതിയിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ കാണാം. ഒന്ന് പ്രൊഫഷണലി വൈ ഷുഡ് വി ഫോളോ എത്തിക്സ്, ഒന്ന് പേഴ്സണലി വൈ ഷുഡ് വി ഫോളോ എത്തിക്സ്. പ്രൊഫഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ബിടെക് സ്റ്റുഡൻസ് ആണല്ലേ. നാളെ കോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാംസ്, ഫൈനൽ സെമസ്റ്ററിൻ്റെ ഫൈനൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിയൽ ലൈഫിലേക്ക് കടക്കും, നമ്മൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് കടക്കും. അപ്പം നമ്മളൊരു ടീം മെമ്പർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീം ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനേജർ ആയിരിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഫൈൻഡ് സം ലൈക്ക് ഗ്രേറ്റ് കമ്പനീസ്, വി വിൽ ബി ഫൗണ്ടർ ഓഫ് ഗ്രേറ്റസ്റ്റ് കമ്പനീസ് അല്ലേ. അങ്ങനെ പല ഫീൽഡ്സിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇതിലൊക്കെ വരുമ്പോൾ നമ്മുടെ ചുറ്റും എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, ലൈക്ക് ഒരു ടീം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ടീമിലുള്ള മെമ്പേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും. ടീം ലീഡർ ആണെന്നുണ്ടെങ്കിൽ ആ ടീം മെമ്പേഴ്സ്, നമ്മൾ ടീം ലീഡർ ആയിട്ടുള്ള ആ ടീമിലെ മെമ്പേഴ്സ് ആത്മാർത്ഥമായിട്ടും കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ ടീം ലീഡർ ആയിട്ടിരിക്കുന്ന ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സും പ്രൊഫഷണലി അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ടീം ലീഡർ ആയിരിക്കണം അല്ലേ. അങ്ങനെ നമ്മളൊരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ടീം ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആൻഡ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സും പ്രോപ്പറായിട്ട് ഈ പ്രൊഫഷണൽ എത്തിക്സും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരു ടീം മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ ടീമിലുള്ളത്. അങ്ങനെ എല്ലാവരും ഒരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ഔട്ട്കം റിസൾട്ട്സ് എന്ന് പറയുന്നത് ഫാബുലസ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും അല്ലേ. കാരണം നമ്മൾ കീപ്പ് ചെയ്യുന്ന എത്തിക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വർക്കിൻ്റെ റിസൾട്ടിൽ എഫക്റ്റ് ആവും, റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതൊന്ന്. പിന്നെ ഇപ്പോൾ നമ്മളൊരു കമ്പനി ഫൗണ്ട് ചെയ്യാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നമ്മൾ ഫൗണ്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയയും വിഷനും മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാകും. നമുക്കൊരു ഹൈലി സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ അന്ന് ഹയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു ടൈമിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മളെ വിശ്വസിച്ച്, നമ്മുടെ വിഷനിൽ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് ടീം മെമ്പേഴ്സ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കണം അല്ലേ. അങ്ങനെ നമ്മളെ കൂടെ ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ക്യാരക്ടർ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം വി ഷുഡ് ഫോളോ എത്തിക്സ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ഇങ്ങനത്തെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആൻഡ് വേറൊരു ആംഗിൾ ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ എഞ്ചിനീയേഴ്സ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന പല പ്രൊജക്ട്സും ലൈക്ക് പീപ്പിൾസിന് വേണ്ടിയിട്ടായിരിക്കും, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊജക്ട്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അതിന് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ലൈക്ക് വി ആർ വർക്കിംഗ് ഫോർ സൊസൈറ്റി, ലൈക്ക് അവർ ഡിസിഷൻ അഫക്ട് പീപ്പിൾസ് ലൈഫ്, ലൈക്ക് സൊസൈറ്റിനൊക്കെ നമ്മുടെ ഡിസിഷൻസും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്വ ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. ലൈക്ക് നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ പറ്റി അത് എഫക്റ്റ് ആവുക വേറെ ആൾക്കാരുടെ ജീവിത ലൈഫൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എൻഷുർ അതായത് പബ്ലിക് സേഫ്റ്റി ആണ് അവരുടെ പ്രയോറിറ്റി ആണ് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പർ കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. കീപ്പ് ചെയ്താലേ ഓക്കെ നമുക്ക് പ്രോപ്പറായിട്ട്, അതായത് നല്ല രീതിയിൽ സൊസൈറ്റീനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
Ethics are moral principles that guide our behavior to distinguish right and wrong. What is right and what is wrong? അതായത് നമ്മുടെ ഒരു മോറൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നമ്മളെ തീരുമാനിക്കാൻ സഹായിക്കുന്ന നമ്മളെ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടായിരിക്കും ഒരു സിറ്റുവേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ലൈക്ക് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു താഴത്തെ ഒരു 100 റുപ്പീസിൻ്റെ നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മളെ മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. ആ മോറൽ പ്രിൻസിപ്പിൾസ് ആണ് പേഴ്സണൽ എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, and engineering ethics are rules that ensure engineers prioritize public safety. എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സ് പബ്ലിക് സേഫ്റ്റി ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്ന് എൻഷുർ ഉറപ്പ് വരുത്തുന്ന റൂൾസ് ആണ് എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്. പബ്ലിക് സേഫ്റ്റി മാത്രമല്ല, ഹോണസ്റ്റി, നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ നമ്മൾ കാണിക്കേണ്ട ഹോണസ്റ്റി ഒരു എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ്. ആൻഡ് എൻവിറോൺമെന്റൽ കെയർ ഓവർ പ്രോഫിറ്റ് ഓർ കൺവീനിയൻസ്. ഓക്കെ, അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി, അതായത് ഒരു കേവലം ഒരു എന്താ പറയുക ഒരു ലാഭം ഒരു പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യാതെ എൻവിറോൺമെന്റൽ കെയറിനും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ്. ഓക്കെ, ആൻഡ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ഫോർ സൊസൈറ്റി. അല്ലേ, നമ്മൾ എഞ്ചിനീയേഴ്സ് എന്ത് ബിൽഡ് ചെയ്യുന്നു, മോസ്റ്റ് ഓഫ് ദ സാധനം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ബിൽഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എക്സാമ്പിൾ ഒരു സിവിൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ വർക്ക് ലൈഫിലേക്ക് കടക്കുമ്പോൾ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം, കുറേ പാലം, കുറേ ബ്രിഡ്ജുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ സൊസൈറ്റിയാണ്, ജനങ്ങളാണ്. അല്ലേ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ നമ്മുടെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ എന്തെങ്കിലും പിഴവുകൾ വരാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റ് ആവുക സോഷ്യൽ ലൈഫായിരിക്കും, സൊസൈറ്റീനായിരിക്കും. അപ്പോൾ ആ ഒരു ബോധം എപ്പോഴും ആസ് എ എഞ്ചിനീയർ നമ്മളിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് an ethical person or company earns long-term respect and professional opportunities. അതായത് പ്രോപ്പറായിട്ട് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവട്ടെ, ഒരു കമ്പനി ആവട്ടെ, ലൈക്ക് എന്തോ ആവട്ടെ, അയാൾക്ക് അദ്ദേഹത്തിന് ലോങ് ടേം ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസും ലോങ് ടേം റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബിക്കോസ് ഒരു എത്തിക്കൽ കോഡ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിനായിരിക്കും ഒരു കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുക. ലൈക്ക് ബിക്കോസ് ഹി വിൽ ബി സോ ട്രസ്റ്റ് ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും. ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്ന പേഴ്സൺസിന് ഇങ്ങനത്തെ കുറേ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ, അപ്പോൾ ഒരു കമ്പനി ഒരു വ്യക്തിനെ ചൂസ് ചെയ്യുമ്പോൾ, ലൈക്ക് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ലീഡ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ ആ എത്തിക്കൽ കോഡ് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിനായിരിക്കും ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ കമ്പനീസ് ചൂസ് ചെയ്യുക. ഓക്കെ, and character is what you do when no one is watching. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ ചില സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എടാ എന്ത് നല്ല ക്യാരക്ടറാണ് അവൻ്റെ, എന്ത് നല്ല വ്യക്തിത്വമാണ് അവൻ്റെ, ലൈക്ക് എന്ത് രസമായിട്ടാണ് ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചിലരൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. അല്ലേ, നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എന്താ പറയുക, നമ്മളിലെല്ലാം ഉണ്ട്. നമ്മൾ റിച്ചാണ്, നമുക്ക് നല്ല ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്, നമ്മുടെ പാർട്ട്ണർ അടിപൊളിയാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നമ്മളെ ക്യാരക്ടറാണ്, നമ്മുടെ വ്യക്തിത്വമാണ്. ആൻഡ് ക്യാരക്ടർ ഈസ് വാട്ട് യു ഡു വെൻ നോ വൺ ഈസ് വാച്ചിങ്. അതാണല്ലേ ക്യാരക്ടർ. ആരും കാണാനില്ല എന്നറിയുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്തൊരു മോറൽ പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്ത് നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും. ലൈക്ക് ആരും കാണാനില്ല, എന്തൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അല്ല ഒരു എക്സാം ഹാളിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻവിജിലേറ്റർ ഒരു ടൈം ആയപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഒരു 2 മിനിറ്റ്സിലേക്ക് പുറത്തുപോയി. അപ്പോൾ ബാക്കി എല്ലാ സ്റ്റുഡൻസും അവിടെ അപ്പുറത്തുള്ള ആൾക്കാരെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് എഴുതുമ്പോൾ സെറ്റ് ഓഫ് കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രം കോപ്പി അടിക്കുന്നില്ല, അപ്പുറത്തേക്ക് നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൻ അറിയുന്നതിൻ്റെ ആൻസർ മാത്രമാണ് അവനവിടെ എഴുതുന്നത്. ബട്ട് അവനറിയാം, അവൻ എല്ലാ കാര്യത്തിനെ കുറിച്ച് അവെയർ ആണ്. അങ്ങോട്ട് നോക്കി എഴുതി കഴിഞ്ഞപ്പോൾ ആരും പിടിക്കാനില്ല, ആരും കാണുന്നില്ല എന്നുള്ള കാര്യം, എല്ലാ കാര്യത്തിനെ കുറിച്ച് അവൻ അവെയർ ആണെങ്കിൽ നോക്കി എഴുതി കഴിഞ്ഞാൽ അവൻ ഒന്നും കൂടി നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യുക, നല്ല റിസൾട്ട്സ് സ്കോർ ചെയ്യുക, നല്ല മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ അവൻ അവെയർ ആണ്. എന്നാലും അവൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, കോപ്പി അടിച്ച് എഴുതുന്നില്ല. ബിക്കോസ് അത് അവൻ്റെ എത്തിക്സിനെതിരാണ്, അവൻ്റെ ക്യാരക്ടറിനെതിരാണ്, അവൻ്റെ പേഴ്സണാലിറ്റിക്ക് എതിരാണ്. ഓക്കെ, ഇതൊക്കെ കാരണം അവൻ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ലൈക്ക് അവൻ എന്താണോ ശരിയെന്ന് തോന്നിയ കാര്യം മാത്രമാണ് അവൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ആരും നമ്മളെ കാണാനില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തും. അല്ലേ, ലൈക്ക് അതിനാണ് നമ്മൾ ക്യാരക്ടർ, പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്.
എത്തിക്സ് പ്ലേ എ ഫൗണ്ടേഷണൽ റോൾ ഇൻ ഷേപ്പിംഗ് അവർ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ആൻഡ് ഈ ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിനെയും ഫോം ചെയ്യുന്നതിൽ ഒരു വലിയൊരു റോൾ, ഒരു ഫൗണ്ടേഷണൽ റോൾ തന്നെ വഹിക്കുന്നത് എത്തിക്സ് ആണ് അല്ലേ. യെസ്, ഇൻഫ്ലുവൻസിങ് ഹൗ വി തിങ്ക്, നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ ഒരു ഫൗണ്ടേഷണൽ റോൾ തന്നെ എത്തിക്സ് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ട്, നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ പിന്നെ ആൻഡ് റിലേറ്റ് ടു അതേഴ്സ്, ബാക്കിയുള്ളവരായിട്ട് നമ്മളെങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്തിക്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് ഫോളോയിങ് റൂൾസ്. ഓക്കെ, അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല എത്തിക്സ് എന്ന് പറയുന്നത്. ദേ ആർ അബൌട്ട് ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ്. അതായത് നമ്മുടെ തന്നെ ബെസ്റ്റ് വേർഷൻ ആവാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ? വിത്ത് എ പേഴ്സണാലിറ്റി റൂട്ടഡ് ഇൻ ഇൻറ്റഗ്രിറ്റി, എംപതി ആൻഡ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയോടുകൂടി എംപതിയും ഇൻറ്റഗ്രിറ്റിയിലൊക്കെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്ത് നമ്മുടെ തന്നെ ബെസ്റ്റ് വേർഷൻ ആവാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, എത്തിക്സ് ഗൈഡ് us in forming principles like honesty. എത്തിക്സ് ആണ് നമുക്ക് സത്യസന്ധത ഫോം ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസും കമ്പാഷൻ, ഫെയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് നമ്മളിൽ ഉണ്ടാക്കി തരുന്നത് എത്തിക്സ് ആണ്. ഓക്കെ, ആൻഡ് ഈ കാര്യങ്ങളൊക്കെയാണ് വിച്ച് ബിക്കം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ക്യാരക്ടർ. ഈ ഹോണസ്റ്റി, കമ്പാഷൻ ആൻഡ് ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ കൂടി ചേർന്നതായിരിക്കും ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. എത്തിക്കൽ തിങ്കിങ് ഹെൽപ്സ് അസ് ഇവാലുവേറ്റ് റൈറ്റ് ആൻഡ് റോങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിലെന്താണ് ശരി, അതിലെന്താണ് തെറ്റ്, ലൈക്ക് ഇത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ തിങ്ക് ചെയ്യാൻ, എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്ന് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് ഈ പ്രോപ്പർ കൈൻഡ് ഓഫ് എത്തിക്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് ടീച്ചേഴ്സ് ഹാസ് ടു തിങ്ക് ബിയോണ്ട് പേഴ്സണൽ ഗെയിൻ. അതായത് നമ്മുടെ പേഴ്സണൽ ഗെയിനിന് ഉപരി നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ബാക്കിയുള്ളവരിൽ എങ്ങനെ ഇമ്പാക്റ്റ് ആവുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഈ പ്രോപ്പർ കൈൻഡ് ഓഫ് എത്തിക്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ ഗെയിനിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. ലൈക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കോടി രൂപ ലാഭം കിട്ടും, അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ ഗെയിന് മാത്രം വെച്ച് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാത്ത വ്യക്തി ചിന്തിക്കില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് എത്തിക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന കുറെ വ്യക്തികൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ലോകം തന്നെ മനസ്സമാധാനത്തോടെ പീസ്ഫുള്ളി നമുക്ക് ഇന്നിവിടെ ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുള്ളതിനെ കൊണ്ടാണ്, അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് അങ്ങനെ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങൾ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് മനസ്സമാധാനത്തോടു കൂടിയെങ്കിലും ജീവിക്കാൻ പറ്റുന്നല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് ഇപ്പം പാകിസ്ഥാൻ വന്നിട്ട് കാശ്മീരിൽ വന്ന് ബോംബിട്ട് നമ്മളെ കുറെ സിവിലിയൻസ് ആയാലും മരണപ്പെട്ടു പോയി. എന്നിട്ടും ഇന്ത്യ അവിടെ റിവെഞ്ച് എടുത്തത് എങ്ങനെയാണ്? ആ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ലൈക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക് എന്നുള്ള അതേ ആശയത്തോടു കൂടി പാകിസ്ഥാന്റെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിച്ച് കൊല്ലാമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല. നമ്മളെന്താ ചെയ്തത്? എന്താണോ അവിടെ ചെയ്യേണ്ടത്, ലൈക്ക് ആരാണോ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നക്കാരുടെ ടെറിട്ടറിയിൽ പോയിട്ട് അവരെ മാത്രമാണ് ഇന്ത്യ അന്ന് അറ്റാക്ക് ചെയ്തത്. ഓക്കെ, അവിടെ ഒരു പ്രോപ്പർ എത്തിക്സ് ഇന്ത്യ കീപ്പ് ചെയ്തതിനെ കൊണ്ടാണ് പാകിസ്ഥാനത്തെ സിവിലിയൻസിനെ അന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാതെ വിട്ടത്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ് ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ, ഈ മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ്. അതിൽ പേഴ്സണൽ വേഴ്സസ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പോൾ എന്താണ് പേഴ്സണൽ എത്തിക്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പേഴ്സണൽ എത്തിക്സ് ഡിഫൈൻ ഹൂ യു ആർ. നമ്മൾ എന്താണെന്ന് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ഈ പേഴ്സണൽ എത്തിക്സ് ആണ്. ലൈക്ക് ക്വാളിറ്റീസ് ലൈക്ക് ട്രൂത്ത്ഫുൾനെസ്, എംപതി ആൻഡ് ഫെയർനെസ് കം ഫ്രം യുവർ പേഴ്സണൽ മോറൽ കോഡ്. അല്ലേ, ഇങ്ങനത്തെ സത്യസന്ധത ആണെന്നുണ്ടെങ്കിലും എംപതി ആണെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മളെ പേഴ്സണൽ മോറൽ കോഡിനനുസരിച്ചിട്ടായിരിക്കും ഇതൊക്കെ ലൈക്ക് റിഫ്ലക്റ്റ് ആവാം നമ്മളിൽ നിന്ന്. ദീസ് ആർ ഷേപ്ഡ് ബൈ ഫാമിലി. ലൈക്ക് ഇങ്ങനത്തെ ഈ പേഴ്സണൽ എത്തിക്സ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫോം ആവാൻ സഹായിക്കുന്ന ഫാമിലി തന്നെ ആയിരിക്കും. അല്ലെ, ചെറുപ്പം മുതലേ നമുക്ക് ലൈക്ക് എന്താ പറയുക, എൻ്റെ പാരൻസ് എന്നോട് പറയുമായിരുന്നു ലൈക്ക് നീ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി, പക്ഷെ അതിനെക്കുറിച്ചിട്ട് അത് ഇപ്പം പിടിച്ച് കഴിഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ ലൈക്ക് ഞാനത് ജന്മണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കില്ല ഞാനാണ് ചെയ്തത് എന്നുള്ള കാര്യം. അപ്പം എന്നോട് ഇപ്പോൾ ഒരു കാര്യം പറയും, നീ എന്ത് തെറ്റുവാണെങ്കിൽ ചെയ്തോ, മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കും, മിസ്റ്റേക്സ് ഉണ്ടാവും, ഒക്കെ സംഭവിക്കും, പക്ഷെ അത് ഞാനാണ് ചെയ്തതെന്ന് ഏറ്റു പറയാനുള്ള ധൈര്യം നീ കാണിക്കണം. ലൈക്ക് അവിടെ കള്ളത്തരം പറഞ്ഞു നിൽക്കരുത് എന്നുള്ളത്. അല്ലേ, അത് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന കാര്യം, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. ലൈക്ക് മിസ്റ്റേക്സ് ആർക്കാണെന്നുണ്ടെങ്കിലും സംഭവിക്കും, പക്ഷെ അത് ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് ഏറ്റു പറയാനുള്ള ലൈക്ക്
കറേജ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ഇഷ്ടം പോലെ കൈൻഡ് ഓഫ് പേഴ്സണൽ എത്തിക്സ് നമുക്ക് ഫാമിലി ത്രൂ നമുക്ക് ഫോം ആയി വന്നിട്ടുണ്ട്. ലൈക്ക് പല കാര്യങ്ങൾ ലൈക്ക് പല ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ ഏർലി സ്റ്റേജ് ഓഫ് അവർ ലൈഫിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മളെ ഫാമിലിയാണ്. ഓക്കെ, പിന്നെന്താ റിലീജിയൻ. അതെ, റിലീജിയസ് ആയിട്ടുള്ള നമുക്ക് കുറേ എത്തിക്സുകൾ നമ്മളിൽ ഫോം ആവുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി പറയുന്നുണ്ട് ലവ് യുവർ നെയ്ബേഴ്സ് ആസ് യുവർ സെൽഫ്. ലൈക്ക് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ അയൽവാസികളെ സ്നേഹിക്കാമെന്ന് ക്രിസ്ത്യാനിറ്റി പറയുന്നുണ്ട്. പിന്നെ കൾച്ചർ പരമായിട്ട് നമുക്കുള്ളതിൽ കുറേ എത്തിക്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില നാട്ടിലത്തെ ഓട്ടോക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും എന്ത് നല്ല രീതിയിലാണ് അവർ ലൈക്ക് അവരെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ചില നാട്ടിലുള്ള ഓട്ടോക്കാരാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കസ്റ്റമർ സർവീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഓരോ കൾച്ചറൽ എത്തിക്സിനനുസരിച്ചിട്ട് മാറുന്നതാണ്, ഓരോ നാടിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് അങ്ങനത്തെ ഓരോ ബിഹേവിയറും കാര്യങ്ങളൊക്കെ. പിന്നെ എഡ്യൂക്കേഷൻ അല്ലേ, സ്കൂൾ ചെറുപ്പം മുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്കൂൾസിൽ നിന്ന് നമ്മൾ കുറേ എത്തിക്സ് നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏതാണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ എത്തിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാം. ഓക്കെ, ഈവൻ വെൻ നോ വൺ ഈസ് വാച്ചിങ് പേഴ്സണൽ എത്തിക്സ് ഹെൽപ്പ് യു ആക്ട് റെസ്പോൺസിബിളി അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും കാണാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ പേഴ്സണൽ എത്തിക്സ് ആണ് ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എത്തിക്സോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലേ. ലൈക്ക് റിട്ടേണിങ് എക്സസ് ചേഞ്ച് ഓർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട്സ് റൈറ്റ്. ഒരു കടയിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ആ കടക്കാരൻ നമുക്ക് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വേറെ കിളി പോയിട്ട് ഒരു 100 രൂപയൊക്കെ നമുക്ക് തിരിച്ചു തരും. ലൈക്ക് വേറെ എന്തോ ഒരു ഇതിലൊക്കെ ആയിരിക്കും ആ കടക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു 100 രൂപക്ക് അറിയാതെ അയാൾ തിരിച്ചു തരും. അപ്പോൾ ചിലരെ അടുത്ത് പോക്കറ്റിലിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകാറുണ്ട്. ചിലരുടെ എത്തിക്സിന് അത് എതിരായതിനെ കൊണ്ട് ചിലരത് തിരിച്ചു കൊടുത്ത് ലൈക്ക് എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതേപോലെ ബിഹേവ് ചെയ്ത് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പേഴ്സണൽ എത്തിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഡിസിഷൻസ് എടുക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക്. ഓർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട്സ് റൈറ്റ്, എന്താണോ ശരി ആ ശരിയുടെ മുന്നിൽ നമ്മൾക്ക് അവിടെ നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് പല പ്രഷറുകളോ എന്ത് കാര്യങ്ങൾ എക്സ്റ്റേണലി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, when your actions reflect your values you feel confident and authentic അല്ലേ. നമ്മൾ വാല്യൂച്ച് കൊടുക്കുക, നമുക്ക് വിലയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണോ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ വി വിൽ ഫീൽ സോ കോൺഫിഡൻറ്റ് അല്ലേ. നമുക്ക് നമ്മളായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് പല സിറ്റുവേഷനിലും പല പ്രഷറും പല എക്സ്റ്റേണൽ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഒരു കാര്യം സംഭവിച്ച് അത് ശരിയാണെന്ന് നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ പല കാരണങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, ഒരു വർക്ക് ലൈഫ് എക്സാമ്പിളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നൊരു തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ ആ കമ്പനി അത് അംഗീകരിക്കുന്നുണ്ടാവില്ല. മേ ബി ആ കമ്പനി ഇപ്പോൾ ഒരു പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്യാത്തൊരു കമ്പനി ആയിരിക്കും. ആ കമ്പനിക്ക് ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് വെച്ചിട്ട് ഇഷ്ടംപോലെ നേട്ടങ്ങൾ നേടാനുണ്ടാവും. അത് പ്രോഫിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും പല നേട്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അത് സൊസൈറ്റിക്ക് എന്താ പറയുക നല്ല രീതിയിലായിരിക്കില്ല അതിൻ്റെ ആ മിസ്റ്റേക്സിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളവിടെ മിണ്ടാതെ നിൽക്കരുത്. നമ്മളവിടെ ലൈക്ക് വി ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ അവർ സെൽഫ്, ലൈക്ക് വി ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട്സ് റൈറ്റ് അല്ലേ. എന്താണോ ശരി അതിനു വേണ്ടി നമ്മൾ ലൈക്ക് റിയാക്ട് ചെയ്യുന്നത് വേണം. അവിടെ നമ്മൾ വേറെ കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യരുത്. ഇനിയിപ്പോൾ അവിടെ നമ്മളെ പണി പോവുക, നമ്മുടെ ലൈഫ് കോർണേട്ടായിപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. പക്ഷെ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് വേണം അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. ഓക്കെ, എത്തിക്കൽ പീപ്പിൾ ബിക്കം ട്രസ്റ്റ് വർത്തി ഫ്രണ്ട്സ് ലീഡേഴ്സ് ആൻഡ് ടീംമേറ്റ്സ് അല്ലേ. ഒരു പ്രോപ്പർ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു നല്ല സുഹൃത്തായി, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തായി മാറും, നല്ലൊരു ലീഡറായിട്ട് മാറും, നല്ലൊരു ടീംമേറ്റ് ആയിട്ട് മാറും, നല്ലൊരു CEO ആയിട്ട് മാറും. ലൈക്ക് ഏത് പൊസിഷനിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ആ വ്യക്തി ഉള്ളത് അതിൻ്റെ ചുറ്റുമുള്ള പീപ്പിൾസ് അയാളിൽ ഹാപ്പി ആയിരിക്കും, അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, അയാൾ തരുന്ന വർക്കുകളിൽ ഹാപ്പി ആയിരിക്കും, അയാൾ ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസിൽ ബാക്കിയുള്ളവർ ഹാപ്പി ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു ടീം മെമ്പർ, ഒരു ടീം ലീഡർ, ഒരു പ്രോപ്പർ എത്തിക്സ് ഉള്ള ഒരു ടീം ലീഡർ ആണെന്നുണ്ടെങ്കിൽ ആ ടീമിൽ വർക്ക് ചെയ്യാൻ വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു ടീം ലീഡർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യും അല്ലേ, ആ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ.
Yeah. If you are personally honest, fair and responsible, you will carry that into your work as an engineer. യെസ്, നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ നല്ല മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും അത് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മളൊരു ഗുഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലും നമ്മളൊരു ഗുഡ് പേഴ്സൺ ആയിരിക്കും. പേഴ്സണൽ എത്തിക്സ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൊഫഷണൽ എത്തിക്സ്. വാട്ട് ഈസ് പ്രൊഫഷണൽ എത്തിക്സ്? Professional ethics are set of moral principles and standards that guide individuals in specific profession to act responsibly, honestly and with integrity. അതായത് ഒരു പേഴ്സൺ, ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആ ഒരു പ്രൊഫഷനിൽ അവൻ്റെ പ്രൊഫഷൻ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടും വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് വിത്ത് ഹോണസ്റ്റി ഇതോട് കൂടിയൊക്കെ ആ പ്രൊഫഷൻ എങ്ങനെ ഡീല് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് അവിടെ ഉണ്ടാവും. ആ റൂൾസിനാണ് എൻജിനീയറിംഗ് എത്തിക്സ് ഓർ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഫഷൻസ് ലൈക്ക് എൻജിനീയറിംഗ്, മെഡിസിൻ ആൻഡ് ലോ അഫക്ട് ഹ്യൂമൻ ലൈഫ് ആൻഡ് സൊസൈറ്റി. അല്ലേ, ബാക്കിയുള്ള പ്രൊഫഷൻസിനെ മാതിരിയല്ല എൻജിനീയറിംഗ് ആൻഡ് മെഡിസിൻ, ലോയേഴ്സ് എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിനായിരിക്കും അവരുടെ പ്രൊഫഷൻ എഫക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഓരോ മിസ്റ്റേക്സും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റീനായിരിക്കും, പീപ്പിൾസിനായിരിക്കും, ലൈഫായിരിക്കും. അല്ലേ, അപ്പം അത് എൻജിനീയറിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പോകുന്നത് സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എഫക്റ്റ് ആകാൻ പോകുന്നത് സൊസൈറ്റിക്കാണ്. നല്ല പ്രൊജക്റ്റാണ്, നല്ല ഔട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാഡ് ആയിട്ടുള്ള ചീത്ത രീതിയിൽ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യും. അല്ലേ, അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധം എന്നും നമ്മളിൽ ഉണ്ടാവണം. വി ആർ സേവിങ് അവർ സൊസൈറ്റി. നമ്മൾ എന്താണ് ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊഫഷണൽസ് മസ്റ്റ് ഹോൾഡ് ദംസെൽഫ് ടു ഹയർ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ദാൻ ജനറൽ പബ്ലിക് ബിഹേവിയർ. പൊതുവേ ഉള്ള ആൾക്കാരെക്കാളും ഒരു ഹയർ എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യണം. അല്ലേ, എൻജിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും, മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും, ലോയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്സ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പ്രോപ്പറായിട്ടും കീപ്പ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഇൻ എൻജിനീയറിംഗ്. ഒന്ന്, ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്, അപ്പോൾ എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നോട്ട് കോംപ്രമൈസിങ് സേഫ്റ്റി ഫോർ പ്രോഫിറ്റ്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റീനെ കോംപ്രമൈസ് ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് നോക്കിയിട്ട് സേഫ്റ്റി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആ സർവീസ് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം. അപ്പോൾ അത് അവർക്കായിരിക്കും എഫക്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ബീയിങ് ഹോണസ്റ്റ് അബൌട്ട് യുവർ ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. ഇന്നൊക്കെ നമുക്ക് പല ന്യൂസിലും പല സറൗണ്ടിങ്സിലൊക്കെ കാണുന്നത് ഫേക്ക് ഡാറ്റ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ ഇൻ്റർവ്യൂക്ക് കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പം AI ത്രൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണാം. അല്ലേ, ഇൻ്റർവ്യൂ ചീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള AI കണ്ടൻസ്, അതായത് വീഡിയോ കോൾ ത്രൂ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ആൾക്ക് കറക്റ്റ് അവിടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് എന്ത് റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ആൻസർ അവിടെ പ്രോപ്പറായിട്ട് സ്ക്രീനിൽ ഇങ്ങനെ മിറർ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നിട്ട് അത് വായിച്ചു കൊടുത്തിട്ടൊക്കെ ഇൻ്റർവ്യൂ പാസ്സായിട്ട് ജോലിക്കൊക്കെ കയറുന്ന കുറേ ആൾക്കാർ ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ക്വാളിഫിക്കേഷനിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. ബിക്കോസ് നമ്മൾ വെറുതെ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ച് നമ്മൾ ആ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഫേക്ക് ഡാറ്റാസും ഫേക്ക് ക്വാളിഫിക്കേഷനൊക്കെ കാണിച്ചിട്ടായിരിക്കും ആ പ്രൊഫഷനിൽ എത്തിയത്. സോ ആ കൈൻഡ് ഓഫ് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അവോയ്ഡിങ് പ്ലേഗിയാരിസം ഓർ തെഫ്റ്റ് ഓഫ് ഐഡിയാസ്. അതായത്
പ്രോപ്പർ ക്രെഡിറ്റ് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ ബാക്കിയുള്ളവരുടെ ഐഡിയ ചീറ്റ് ചെയ്ത് നമ്മളുടെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യരുത് ഒരിക്കലും. പിന്നെ നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഒരു ടീമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷേ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്ന സമയത്ത്, ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളായിരിക്കും ടീം ലീഡർ, നമ്മളായിരിക്കും മാനേജർ. അപ്പോൾ നമ്മൾ മാത്രമായിരിക്കും ലൈക്ക് ഞാൻ കാരണമാണ് ഇത് മൊത്തം നടന്നതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ നിൽക്കുക. ഒരിക്കലും അല്ല, നമ്മുടെ കൂടെ ആ ടീം മെമ്പേഴ്സും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്നുള്ളൊരു ഒരു അവയർനെസ് എപ്പോഴും നമുക്ക് ഉണ്ടായിട്ട് അവർക്കുള്ള പ്രോപ്പർ കോംപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കുക. കൺഗ്രാജുലേഷൻസ് ആണെന്നുണ്ടെങ്കിലും കോംപ്ലിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കുക. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരുടെ ഐഡിയാസ് കാര്യങ്ങളൊന്നും തെഫ്റ്റ് ചെയ്ത് നമ്മളതായിട്ട് കാണിക്കാതെ വെക്കുക. നമ്മളെ ഐഡിയാസ് എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ അത് മാത്രം ലൈക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെന്താ, റിപ്പോർട്ടിംഗ് പ്രോബ്ലംസ് ഈവൻ ഇഫ് അൺകംഫർട്ടബിൾ. ചില സമയത്ത് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ മാനേജറിനായിട്ടുള്ള റിലേഷൻഷിപ്പിന് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ കമ്പനി ആയിട്ടുള്ള നമ്മളെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാം, ലൈക്ക് നമ്മൾ ജോലി പോകാൻ വരെ സാധ്യത ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കത് തെറ്റാണെന്ന്, ആ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി സെർവ് ലൈക്ക് പബ്ലിക് അല്ലേ, നമ്മൾ സൊസൈറ്റി, വി ഡിസൈൻ ഫോർ സൊസൈറ്റി. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് പീപ്പിൾസിനാണ് എഫക്റ്റ് ചെയ്യുക. ലൈക്ക് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ബോധം വെച്ചിട്ട് ലൈക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാം. ലൈക്ക് അത് എന്തായാലും അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മളെ കൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. And next, civic virtue. What is civic virtue? Civic virtue is the moral duty of citizen to contribute society's well-being. അതായത് നമ്മുടെ സിറ്റിസൺസ് സിവിക് virtue is the moral duty of citizen to contribute society. അതായത് നമ്മുടെ സൊസൈറ്റി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവുള്ളൂ. ഓക്കെ. നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തകിടം പറഞ്ഞിട്ടായിരിക്കും സൊസൈറ്റിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഡിവിജ്വലി എല്ലാവരും അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടായിരിക്കില്ല നമ്മുടെ സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ ഒരു സിവിക് virtue ആസ് എ പേഴ്സൺ നടപ്പിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് റൂൾസ് ലോസ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനത്തെ റൂൾസ് ആൻഡ് ലോസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക, ഒബേ ചെയ്യുക. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് സിവിക് virtue ആണ്. Like to contribute to society's well-being through ethical behavior, active participation and prioritizing collective good over selfish interest. അതായത് നമ്മൾ സെൽഫിഷ് ഇൻട്രസ്റ്റുകൾ മാറ്റി വെച്ചിട്ട് സൊസൈറ്റിക്ക് എന്താണോ നല്ലത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ത്രൂ എത്തിക്കൽ ബിഹേവിയർ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ. Going beyond just doing your job to protect public safety, environmental and social justice. അതായത് നമ്മുടെ പണി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാതെ ബാക്കിയുള്ള പബ്ലിക് സേഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ആൻഡ് ടു പ്രൊട്ടക്ട് പബ്ലിക് സേഫ്റ്റി, എൻവിറോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഈ സാധനത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മളായിട്ട് ചെയ്യേണ്ടി വരും. ലൈക്ക് ചിലരൊക്കെ ഉണ്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിക്കുക. രാവിലെ 9 മണിക്ക് പണിക്ക് പോകുന്നു, 5 മണിക്ക് പണി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, പിന്നെ ഫാമിലീൻ്റെ ഉള്ളിലുള്ള കാര്യം നോക്കിയിട്ട് ജീവിച്ച് പുറത്തൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആവാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ ഫാമിലീനെ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സൊസൈറ്റീൻ്റെ വെൽബീയിങ്ങിന് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇനിയിപ്പം ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സഹായിക്കുക. ഇനി ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, പല കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് അല്ലേ. സിവിക് മൈൻഡഡ് എഞ്ചിനീയേഴ്സ് ചൂസ് എക്കോ ഫ്രണ്ട്ലി ഡിസൈൻസ് ഓവർ ചീപ്പ് ഷോർട്ട് കട്ട്സ്. അതായത് സിവിക് മൈൻഡഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യല്ലേ. അതായത് എൻവിറോൺമെൻറ്റൽ ഇതിന് കെയർ കൊടുത്തിട്ടായിരിക്കും അത് അവരുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. ആൻഡ്
ആസ് ആൻ എൻജിനീയർ നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിവിക് വെർച്യു ആണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാലം പണിയാണെന്നുണ്ടെങ്കിലോ പുതിയ സോഫ്റ്റ്വെയർ ഇൻവെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ സൊസൈറ്റി ആയിരിക്കും. ഇതൊക്കെ അവരുടെ ലൈഫിൽ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ പ്രൊജക്ട്സ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും സിവിക് വെർച്യു തന്നെയാണ്. ഓക്കെ, എൻഷുറിങ് പ്രൊജക്ട് ബെനിഫിറ്റ് ഓൾ കമ്മ്യൂണിറ്റി നോട്ട് ജസ്റ്റ് പ്രിവിലേജ്. നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റീനെയും ഒരേപോലെ കണ്ട് ഒരേപോലെ അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ ആ പ്രൊജക്ട്സ് ചെയ്യുക. പ്രിവിലേജ്ഡ് വൺസിന് മാത്രം പ്രിവിലേജസ് കൊടുക്കാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് എല്ലാവർക്കും ബെനിഫിറ്റ്സ്, ആ പ്രൊജക്റ്റ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഒരേപോലെ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 ഇവിടെ കേരളത്തിൽ പ്രളയം നടന്നില്ലേ. അപ്പം അതിൻ്റെ ശേഷം മുതൽ ഉണ്ടാക്കിയ എൻജിനീയേഴ്സ് ബിൽഡ് ചെയ്ത വീടുകളെല്ലാം റേസ്ഡ് ഫൗണ്ടേഷൻസ് ആയിരുന്നു. അതായത് ഫ്ലഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീടുകളും ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ശേഷം എൻജിനീയേഴ്സ് ബിൽഡ് ചെയ്തത്. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് സിവിക് വെർച്യു ആണ്. ആസ് എൻ എൻജിനീയർ അങ്ങനെ ഒരു സൊസൈറ്റിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ലൈക്ക് അവിടെ ഒരു സൊല്യൂഷനുമായിട്ട് എൻജിനീയേഴ്സ് വന്നു അല്ലേ. അതൊക്കെ ഒരു ഗുഡ് കൈൻഡ് ഓഫ് സിവിക് വെർച്യു ആണ്. ഓക്കെ, ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് മക്കളെ, റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലി മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും വി ഷുഡ് ഡെഫിനറ്റ്ലി കീപ് ദിസ് ക്വാളിറ്റി. ഓക്കെ, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കുക. അവരെ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടല്ല. ലൈക്ക് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ, ചില ഫങ്ഷൻസിനോ എന്തെങ്കിലും ഒരു പുതിയ ആളൊക്കെ കാണുമ്പോൾ ലൈക്ക് കുറേ കാലത്തിന് ശേഷമൊക്കെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നായിരിക്കും. ലൈക്ക് എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നായിരിക്കും. അപ്പം ഞാനൊരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ അവിടെ ആ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നല്ല വാല്യൂ നല്ല റെസ്പെക്റ്റ് കൊടുത്തിട്ടായിരിക്കും സംസാരിക്കുക. നേരെ മറിച്ച് ഞാൻ ഒരു പ്ലംബർ ആണെന്ന് പറയുമ്പോൾ ആ ഒരു ലൈക്ക് ഡോക്ടറിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആയിരിക്കില്ല ഒരു പ്ലംബറുമായിട്ട് ഉണ്ടാവുക. ലൈക്ക് അവിടെ ഒരു ഡിഫറൻസ് അദ്ദേഹം കാണുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ആ ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ആ വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ഹ്യൂമൻസ് ആണ് എന്നുള്ളത് കണ്ടിട്ട് അങ്ങനെ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെക്യൂരിറ്റി ആവട്ടെ, കമ്പനി CEO ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും സെയിം കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് എല്ലാവർക്കും കൊടുക്കാം. അക്നോളജിങ് ഡിഫറൻസസ് ഇൻ കൾച്ചർ, റിലീജിയൻ ഓർ ഒപ്പീനിയൻസ് അല്ലേ. നമ്മളൊരു MNC കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ചുറ്റുപാട് മാത്രമായിരിക്കില്ല അവിടെ. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കില്ല. പല കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരിക്കാം, പല റിലീജിയനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരിക്കാം, പല ഒപ്പീനിയൻസിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം, പല കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് പല ഒപ്പീനിയൻസും പല കാര്യങ്ങളും ആയിരിക്കും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡ് കഴിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നല്ല, അക്നോളജ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡിസ്റെസ്പെക്ട് ലീഡ്സ് ടു പുവർ കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു മിസ്റ്റേക്സ് അല്ലേ. അവിടെ ഒരു കൈൻഡ് ഓഫ് ഡിസ്റെസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമിൽ ടീം മാനേജറും ടീം മെമ്പറും തമ്മിൽ ഒരു ഡിസ്റെസ്പെക്ട്, ഒരു ഈഗോ ക്ലാഷ്. അപ്പോൾ അവിടെ ടീം മെമ്പറിനായാലും ടീം മാനേജറിനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അല്ലേ. എന്താ പറയുക, ലൈക്ക് ഒരു എറർ കണ്ട് അത് ചിലപ്പോൾ ഈഗോ കാരണം ആ ഒരു ടീം മെമ്പറിന് ടീം ലീഡറിനോ പറയാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ആ ടീം ലീഡറിന് ടീം മെമ്പറിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ പ്യുവർ കമ്മ്യൂണിക്കേഷനാണ് സംഭവിക്കുന്നത്. ഈ പ്യുവർ കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു മിസ്റ്റേക്സ്, ആൻഡ് ഈ മിസ്റ്റേക്സ് എഫക്റ്റ് ആകാൻ പോകുന്നത് പീപ്പിൾസിനായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ കാര്യമാണ് ഈ റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ നേരെ നമ്മൾ സൊസൈറ്റിക്കാണ് വന്ന് ചേരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കാം. ഓക്കെ, അതിനെക്കൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ നമുക്കൊരു കുറവും വരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തിട്ട് ജീവിക്കാം. 70% ഓഫ് വർക്ക് പ്ലേസ് എറേഴ്സ് ലിങ്ക് ടു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്. ലൈക്ക് 70% ഈ വർക്ക് പ്ലേസ് എറേഴ്സ് വരുന്നത് ഇങ്ങനത്തെ കുറേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഉള്ളതിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ എഫക്റ്റ് ആകാൻ പോകുന്നത് ബാക്കി സൊസൈറ്റിയിൽ ജീവിക്കുന്ന പീപ്പിൾസിനായിരിക്കും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട്
പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് ആൾക്കാരായിട്ട് ഇടപഴകി എന്താണോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡീൽ ചെയ്യാം. ഓക്കെ, ലിസണിങ് ടു ജൂനിയേഴ്സ് ഓർ സ്റ്റുഡൻസ്. ചിലർക്കൊക്കെ ലൈക്ക് ജൂനിയേഴ്സിനോട് നമ്മൾ പ്രായത്തിൽ കുറഞ്ഞവരോടോ എക്സ്പീരിയൻസിൽ കുറഞ്ഞവരോടൊക്കെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഈഗോ ഹേർട്ട് ആവും. ലൈക്ക് നമ്മളെക്കാട്ടും നോളജബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ജൂനിയേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ഒരു വാല്യൂ കൊടുക്കാറില്ല. ചിലർ അങ്ങനെ വാല്യൂസ് കൊടുക്കാറില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ ജൂനിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും കാര്യമുള്ള പോയിന്റ്സ് ആണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അവോയ്ഡിങ് ഇൻസൾട്ട്സ് ഓർ ജഡ്ജ്മെന്റ്. ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതൊക്കെ, പിന്നെ എന്താണ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയാതെ ജഡ്ജ് ചെയ്യാതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻജെന്യൂറ്റി. What is ingenuity? Ingenuity is the ability to think out of the box, finding smart ways to solve problems, especially when time, tools or materials are limited. അല്ലേ, ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത്, ഇൻജെന്യൂറ്റി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു ലൈക്ക് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും ഒരു ട്രഡീഷണൽ വേ ഓഫ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ലൈക്ക് വേറെ കുറേ ആൾക്കാർ പണ്ട് മുതലേ ശീലിച്ചു വന്ന കുറേ ശീലങ്ങളും കുറേ കാര്യങ്ങളും കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പം അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി എൻജിനീയേഴ്സ് ഷുഡ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലേ. ആൻഡ് പീപ്പിൾ ഓൾവേസ് നീഡ് ട്രാൻസ്ഫോർമേഷൻ. ലൈക്ക് ഒരു 10 years കഴിയുമ്പോൾ, ഒരു 15 years കഴിയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ എല്ലാ പീപ്പിൾസും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഈ ട്രാൻസ്ഫോർമേറ്റഡ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ് ലൈക്ക് റെവല്യൂഷണറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സ്, ഫൗണ്ടർ ഓഫ് ആപ്പിൾ കമ്പനി, ലൈക്ക് ഐഫോൺ കൊണ്ടുവരുന്നത് വരെ, ഇൻവെൻറ്റ് ചെയ്യുന്നത് വരെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത് കീപാഡുള്ള ഫോണുകളായിരുന്നു. ലൈക്ക് അതായിരുന്നു എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. ഐഫോൺ സ്റ്റീവ് ജോബ്സ് ഇൻവെൻറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു ലൈഫ് സ്റ്റൈല് ട്രാൻസ്ഫോം ആയി. കീപാഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജനങ്ങളും ലൈക്ക് ടച്ച് സ്ക്രീൻ ഫോണുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ കമ്പനീസും അവരുടെ പ്രൊഡക്ട്സ് മാറ്റി ടച്ച് സ്ക്രീൻ ആക്കാൻ തുടങ്ങി അല്ലേ. ആ ഒരു കാര്യം ബാക്കിയുള്ളവർ ഫോളോ ചെയ്യാൻ തുടങ്ങി, സ്റ്റീവ് ജോബ്സിൻ്റെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ വി ഷുഡ് ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു പുതിയ റെവല്യൂഷണലൈസ്ഡ് പ്രൊഡക്ട്സ് നമുക്ക് ഇൻവെൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ പോലെ എല്ലാവരുടെയും ആ ഒരു ഫോർമുലാസും സെയിം പ്രോട്ടോക്കോളും കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്ട്സും കാര്യങ്ങളും നമുക്ക് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇൻവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ലൈക്ക് വേറെ ആംഗിൾ ഓഫ് വ്യൂവിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് പുതിയ പുതിയ ഐഡിയാസും വിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഫൈൻഡിങ് സ്മാർട്ട് വേസ് ടു സോൾവ് പ്രോബ്ലംസ് എസ്പെഷ്യലി വെൻ ടൈം, ടൂൾസ് ഓർ മെറ്റീരിയൽസ് ആർ ലിമിറ്റഡ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നാളെ എത്തിപ്പെടാം. നമുക്ക് ലിമിറ്റഡ് ടൈം ആയിരിക്കും ഉണ്ടാവുക. ലൈക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റിക്വയർമെൻറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കുറച്ച് ഡെഡ് ലൈൻസ് ഒക്കെ നമ്മുടെ കമ്പനി നമുക്ക് നാളെ വർക്ക് ലൈഫിൽ നമുക്ക് തന്നിരിക്കാം. അങ്ങനത്തെ ടൈമിൽ വി ഷുഡ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് എത്തിപ്പെടാം അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പം ആ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചിട്ടുള്ളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാം. ഓക്കെ, engineering isn't just about following formula, it's about solving practical problems in the best, safest and most efficient way. ഒരു കൈൻഡ് ഓഫ് ഫോർമുല ഫോളോ ചെയ്യുന്നതല്ല എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ചേഞ്ച് അതിൽ കൊണ്ടുവരുന്നതാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ കൈൻഡ് ഓഫ് ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യത്തിനാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ലൈക്ക് ഇറ്റ്സ് അബൌട്ട് സോൾവിങ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ ദ ബെസ്റ്റ്, അതായത് practical problem, it's about solving practical problems the best, safest and most efficient way possible. Like while being creative, engineers must still follow ethical rules, not shortcuts that risk safety or violate trust. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോഴും വി ഷുഡ് ഫോളോ കൈൻഡ് ഓഫ് എ സെറ്റ് ഓഫ് എത്തിക്കൽ റൂൾസ് അല്ലേ. ആ ഒരു എത്തിക്കൽ റൂൾസിൽ നമ്മളെ സൊസൈറ്റിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കണം, എൻവിറോൺമെൻറ്റൽ കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റൈസ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ചില ഒരു കൈൻഡ് ഓഫ് സാധനം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്ക് സേഫ് അല്ല എന്നുള്ള രീതിയിലത്തെ പ്രൊഡക്ട്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ക്രിയേറ്റീവ് വേ ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു എന്താ പറയുക,
ഒരു ബാഡ് ഇമ്പാക്റ്റ് ആയിരിക്കും അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കി തരാം. അപ്പം വി ഷുഡ് സ്റ്റിൽ ഫോളോ പ്രോപ്പർ എത്തിക്കൽ റൂൾസ്. ക്രിയേറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തിക്കൽ റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ. Diligence and responsibility. A diligent engineer double checks design, tests thoroughly and doesn't rush decisions. ഒരു ഡിലിജൻ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ഡിസൈനോ കാര്യങ്ങളോ എന്താണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡബിൾ ചെക്ക് ചെയ്തോ, ഡബിളോ ത്രിബിളോ എത്ര പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ന് ഉറപ്പ് വരുത്താം. അതായത് പ്രോപ്പർ കൈൻഡ് ഓഫ് ടെസ്റ്റ് കറക്റ്റായിട്ട് നടത്തുക. ചിലപ്പം ചിലരുടെ ഉറപ്പിൻ്റെ പുറത്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത വ്യക്തി ചിലപ്പം പറയായിരിക്കും ലൈക്ക് ഇത് ചെക്ക് ചെയ്യാനൊന്നുമില്ല, 100% ഓക്കെ ആണ്, ക്വാളിറ്റി അഷ്യൂർഡ് ആണ്, ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേട്ട് ഒരു ഡിലിജൻ്റ് എഞ്ചിനീയറിന് ഡിസിഷൻ എടുക്കരുത്. പ്രോപ്പറായിട്ട് എന്തൊക്കെ ടെസ്റ്റാണോ നടത്തേണ്ടത് ആ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട്സ് കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ടായിരിക്കണം ഒരു ഡിലിജൻ്റ് എഞ്ചിനീയേഴ്സ് ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ. ഡിലിജൻസ് പ്രിവെൻസ് കോസ്റ്റ്ലി എറേഴ്സ്, ആക്സിഡൻറ്റ് ഓർ ഈവൻ ലോസ് ഓഫ് ലൈഫ്. ഇങ്ങനെ ഈ ഡിലിജൻ്റ് എഞ്ചിനീയർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വലിയ കോസ്റ്റ്ലി എറേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്നിപ്പം നമ്മൾ ആ മിസ്റ്റേക്സ് കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അത് $1 ബില്യൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എറേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ അത്. അപ്പോൾ അത് ഇന്നേ കണ്ടുപിടിച്ച് ഇന്നേ അത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ്ലി എറേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ആക്സിഡൻസ് സംഭവിക്കുമ്പോൾ പല ജീവനും തന്നെ അപായം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ ഒരു ഡിലിജൻ്റ് എഞ്ചിനീയർ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻ എഞ്ചിനീയർ കെയർഫുള്ളി ഇൻസ്പെക്ടിങ് എ ബ്രിഡ്ജ് ഫോർ സ്ട്രക്ചറൽ ക്രാക്സ് ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ് എവറിത്തിങ് ഈസ് ഫൈൻ. ഒരു പണി കഴിഞ്ഞ ഒരു പാലം ഒരു എഞ്ചിനീയർ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യാതെ പണി എളുപ്പമാക്കാനല്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെടുത്തൊന്നും എന്തെങ്കിലും കൈക്കൂലിയോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒപ്പിട്ട് വിടാം. ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്വാളിറ്റി അഷ്യൂർഡ് ആണ്, നോ സീൻ, ഇത് പബ്ലിക്കിന് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ എഞ്ചിനീയറിന് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പൂർണ്ണമായിട്ടും കെയർഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് എന്താണോ ഇഷ്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്ത് ആ എറേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ. ആണ് ഡിലിജൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി ഇൻ ഡിസൈൻ. വാട്ട് ഈസ് ഇൻറ്റഗ്രിറ്റി ഇൻ ഡിസൈൻ? ലൈക്ക് integrity in design is about being truthful, thorough and responsible while creating systems, products or structures. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ലൈക്ക് സ്ട്രക്ചർ, അതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മൾ പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണം. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തിട്ടായിരിക്കണം, സത്യസന്ധത കീപ്പ് ചെയ്തിട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഡിസൈൻസും സ്ട്രക്ചറും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വാട്ട് വർക്ക്സ് ബട്ട് വാട്ട്സ് റൈറ്റ്. ലൈക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നല്ല നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണോ ശരി എന്നുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഒരു പാലം പണിയാൻ തന്നെ നോക്കാം. പാലം പണിയുമ്പോൾ നമുക്ക് ലൈക്ക് സിമെൻ്റ് ഇട്ടാലും വർക്ക് ചെയ്യും, കോൺക്രീറ്റ് ഇട്ടാലും അവിടെ ആ ഒരു ഫീച്ചർ, എന്താണ് അതിൻ്റെ പർപ്പസ്, ആ പർപ്പസ് അവിടെ നടക്കും. പക്ഷെ ഈ സിമെൻറ്റിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഈ ഈ കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പം അവിടെ എന്ത് വർക്ക് ചെയ്യുന്നു എന്നല്ല നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ശരി എന്നുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രോപ്പർ എത്തിക്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഫോളോയിങ് ഓൾ എത്തിക്കൽ കോഡ്, സേഫ്റ്റി റെഗുലേഷൻ ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്കോമ നാരോസ് ബ്രിഡ്ജ് 1940 ഈ ടെക്കോമ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്ത്, അതായത് ഡിസൈൻഡ് വിത്തൗട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് വിൻഡ് ഇൻഡ്യൂസ്ഡ് വൈബ്രേഷൻ. അതായത് ഇത് ഡിസൈൻ ചെയ്യുമ്പം ഈ വിൻഡ് ഇൻഡ്യൂസ്ഡ് വൈബ്രേഷനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ട് റിസർച്ചോ കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിൻ്റെ ഇഷ്യൂസ് നെഗ്ലക്റ്റ് ചെയ്ത് ലൈക്ക് കാര്യമൊക്കെ എടുത്തില്ല ആ ഒരു പ്രശ്നം. അതായത് ഈ പാലത്തുമ്മൽ വിൻഡ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, മൈന്യൂട്ട് വൈബ്രേഷൻ ആണ്, പക്ഷെ ഇതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വലിയ റിസൾട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വൈബ്രേഷൻ ഇങ്ങനെ സംഭവിച്ച്
4 മാസം കൊണ്ട് പാലം പൊളിഞ്ഞു വീണു. ഓക്കെ, അതെന്താ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊരു ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യാത്തതിനെ കൊണ്ടാണ്. ലൈക്ക് ആ ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോഴേ ഈ വിൻഡ് ഇൻഡ്യൂസ്ഡ് വൈബ്രേഷനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും നമ്മൾ അന്നേ കണ്ട് ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആ എൻജിനീയേഴ്സ് ആ സമയത്ത് അതിനുള്ളൊരു പ്രോപ്പർ സൊല്യൂഷൻ അതിന് നൽകിയില്ല. അപ്പോൾ 4 മാസം കൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് സംഭവിച്ച് പാലം കൊളാപ്സ് ആയി. ഓക്കെ, അതുകൊണ്ട് പുവർ ഡിസൈൻ ഇൻറ്റഗ്രിറ്റി ആൻഡ് നെഗ്ലക്റ്റിംഗ് ഫിസിക്കൽ ലിമിറ്റേഷൻ ലെഡ് ടു ഫെയിലർ. ഒരു പുവർ ഡിസൈൻ ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചത്. അത് എഫക്റ്റ് ആയത് സൊസൈറ്റിക്കും ബാക്കി പീപ്പിൾസിനും കാര്യങ്ങൾക്കൊക്കെ ആണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ്, ഇൻറ്റഗ്രിറ്റി ഇൻ ഡെവലപ്മെൻറ്റ്. ഇൻറ്റഗ്രിറ്റി ഇൻ ഡെവലപ്മെൻറ്റ് മീൻസ് ബീയിങ് ഹോണസ്റ്റ്, റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ ഡ്യൂറിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ. ഇൻറ്റഗ്രിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രിറ്റി ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഈ ഡിസൈനിങ് ഈ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഉണ്ടാക്കിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഹോണസ്റ്റി, റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളാണ് ഇൻറ്റഗ്രിറ്റി ഇൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻജിനീയേഴ്സ് ഡിസൈൻ ആൻഡ് ബിൽഡ് ബാക്ക് ബോൺ ഓഫ് എ കൺട്രീസ് ഗ്രോത്ത് അല്ലേ. നമ്മൾ എൻജിനീയേഴ്സ് ആണ് നമ്മളെ കൺട്രീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ബിക്കോസ് വി ഗൈസ് ആർ ബിൽഡിങ് ലൈക്ക് ഫ്രം റൂറൽ റോഡ്സ് ടു അർബൻ ഫ്ലൈ ഓവേഴ്സ് വരെ എൻജിനീയേഴ്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. എയർപോർട്ട്സ്, ഇറിഗേഷൻ പ്രോജക്ട്സ് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എൻജിനീയേഴ്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഒരു കൺട്രീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മൾ എൻജിനീയേഴ്സ് തന്നെയാണ്. എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ഉണ്ടോ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കുകളും പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കൺട്രിയിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധം എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ വി ഷുഡ് കീപ്പ് ആൻ ഇൻറ്റഗ്രിറ്റി ഇൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫോളോയിങ് റൂൾസ് ബട്ട് അബൌട്ട് ബീയിങ് മോറലി റെസ്പോൺസിബിൾ ടു സൊസൈറ്റി. കൈൻഡ് ഓഫ് റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. സൊസൈറ്റിനോട് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും എന്ത് സാധനം ഡെവലപ്പ് ചെയ്യുമ്പോഴും ആ ഒരു കാര്യം മനസ്സിലുണ്ടാക്കിയാൽ മതി. ഈ ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും ബാഡായിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, ഇൻറ്റഗ്രിറ്റി ഇൻ റിസർച്ച് ഡൊമൈൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസൈൻ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ. ലൈക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ അത് ഡിസൈൻ ചെയ്യും. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ റിസർച്ച് ആയിരിക്കും ഫസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് റിസർച്ച് ചെയ്യും, പിന്നെ അത് ഡിസൈൻ ചെയ്യും, പിന്നെ അത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റിസർച്ച് ടൈമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഇൻറ്റഗ്രിറ്റികളാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. Research integrity refers to the adherence to ethical principle, honesty and professionalism in conducting, reporting and applying research. റിസർച്ച് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ വി ഹാവ് ടു കീപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ലൈക്ക് വി ഹാവ് ടു സ്റ്റിക്ക് ടു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊഫഷണലിസം. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ട്, ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, പ്രസൻറ്റിങ് ഡാറ്റ ട്രൂത്ത്ഫുള്ളി വിത്തൗട്ട് ഫാബ്രിക്കേഷൻ ഓർ ഫോൾസിഫിക്കേഷൻ. അതായത് നമ്മളെ പേഴ്സണൽ ഗെയിനോ വേറെ എന്ത് ഗെയിനോ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ ഫോൾസ് റിസർച്ച് ഡാറ്റ ഒരിക്കലും നമ്മൾ പ്രസൻറ്റ് ചെയ്യരുത്. ഒതൻറ്റിക് ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും പ്രസൻറ്റ് ചെയ്യണം. അതിലൊരു ഫാബ്രിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുത്തരുത്. ബിക്കോസ് ആ ഒരു റിസർച്ച് വെച്ചിട്ടായിരിക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു റിസർച്ചിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ വേറെ അത് ലീഡ് ചെയ്യുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനായിരിക്കും. അപ്പോൾ അവിടെ റിസർച്ച് പ്രോപ്പർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനിലാണ് അവിടെ എറേഴ്സ് വരുന്നത്. അപ്പോൾ ലൈക്ക് അതും നേരെ എഫക്റ്റ് ആവുന്നത് സൊസൈറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം റിസർച്ചിങ് ടൈം ഓഫ് പീരീഡിലും വി ഷുഡ് കീപ്പ് ആൻഡ് പ്രോപ്പർ എത്തിക്കൽ റൂൾസ്. ഓക്കെ, റിലയബിൾ റിസർച്ച് ബിൽഡ്സ് എ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ ഡിസ്കവറീസ്. അതായത് നല്ല റിസർച്ച് ആയിരിക്കും ഭാവിയിലെ ഭാവിയിലെ കണ്ടുപിടുത്തങ്ങൾക്ക് എന്താ പറയുന്ന ഫൗണ്ടേഷൻ ആകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ഹോണസ്റ്റിയും പ്രൊഫഷണാലിറ്റിയും ഒക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കണം ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. Plagiarism. What is plagiarism? Plagiarism is the act of using someone else's work, ideas or words without giving proper credit and presenting it as your own. Plagiarism നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ബാക്കിയുള്ളവരുടെ വർക്കോ കാര്യങ്ങളോ അവർക്ക് പ്രോപ്പർ ക്രെഡിറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാതെ നമ്മളെ മാത്രം ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ഓൾ ക്രെഡിറ്റ്സ് നമ്മൾ തന്നെ നേടിയെടുക്കുന്നതിനാണ് പ്ലാഗിയാരിസം എന്ന് പറയുന്നത്. ഒരിക്കലും പ്ലാഗിയാരിസം നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് ഈ വേൾഡിൽ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ലൈക്ക്
നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റോ ഈ ലോകത്തിന് മുന്നിൽ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് എ ടീം ഓഫ് പീപ്പിൾ വിത്ത് അസ് ലൈക്ക്. അപ്പോൾ ഈ പീപ്പിൾ നമ്മളെ കൂടെയുള്ള പീപ്പിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു റിസൾട്ടിന് നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഒക്കെ ഞാൻ മാത്രമാണ് ഞാൻ തന്നെ എന്നുള്ള രീതിയിൽ പോയി നിൽക്കാതെ നമ്മളെ ടീം മെമ്പേഴ്സിന് പ്രോപ്പർ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക, കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കുക, അവർക്ക് പ്രോപ്പർ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള വേറൊരു വ്യക്തിയുടെ ഐഡിയ വെറുതെ തെഫ്റ്റ് ചെയ്ത് നമ്മളെ ഐഡിയ എന്നുള്ള രീതിയിൽ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് അതിനെക്കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് കിട്ടായിരിക്കും, പക്ഷെ ലോങ് ടേമിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. ഓക്കെ, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ ചാലഞ്ചസ് കേസ് സ്റ്റഡീസ്. നെക്സ്റ്റ് ടോപ്പിക്, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ. എന്തിനായിരിക്കും? ലൈക്ക് എൻജിനീയേഴ്സ് ഓഫ് കോഴ്സ് ലൈക്ക് നമ്മളൊരു ബാലൻസ്ഡ് ലൈക്ക് എന്താ പറയുക, ലോനെ കണ്ണടിച്ച് അതിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനൊരു വ്യത്യാസങ്ങളോ പുതിയ പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഈ ലോ കാര്യങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച കൈൻഡ് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾക്ക് പോകണം, അങ്ങനത്തെ പ്രൊഡക്ട്സ് ഇൻവെൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള റൂൾസ് കാര്യങ്ങളൊന്നും സെറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക് പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, law set the minimum standard but engineers must often go beyond compliance to serve society ethically. ലോ സെറ്റ് ദ മിനിമം സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമ്മൾ എൻജിനീയേഴ്സ് ആണ് ഈ ഒരു ലോ എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലൈക്ക് ഗോ ബിയോണ്ട് കോംപ്ലിയൻസ് ടു സെർവ് സൊസൈറ്റി എത്തിക്കൽ. നോട്ട് ഓൾ ലോസ് ആർ പെർഫെക്റ്റ് ഓർ അപ് ടു ഡേറ്റ്. എല്ലാ ലോസും പെർഫെക്റ്റും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അപ് ടു ഡേറ്റും അല്ല അല്ലേ. നമ്മൾ എന്നോ കാലത്താണ് ഈ ലോസ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ പുതിയ ലോസ് ഒക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും പുതിയ അതിനനുസരിച്ചുള്ള ലോസ് കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ ആ പ്രൊഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അതിനനുകൂലിച്ചിട്ടുള്ള ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പ്രോപ്പർ നിയമങ്ങൾ ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടെന്ന് വെക്കരുത്. എ ഗുഡ് എഞ്ചിനീയർ ഡസൻ ജസ്റ്റ് ഫോളോ റൂൾസ് ബ്ലൈൻഡ്ലി, ദേ അണ്ടർസ്റ്റാൻഡ് വൈ ലോസ് എക്സിസ്റ്റ്. ഓക്കെ, ഒരു നല്ല എഞ്ചിനീയർ ഒരിക്കലും ലോസ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യില്ല. ആ ലോ അവിടെ എന്തിനാ ഉള്ളത് എന്ന് മനസ്സിലാക്കിയേ ആ എഞ്ചിനീയർ ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വെക്കാൻ നമ്മുടെ കേരള സർക്കാർ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. അത് എന്തിനാണ് ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വെക്കാൻ കേരള സർക്കാർ പറയുന്നത്? നമ്മുടെ സേഫ്റ്റി പരിഗണിച്ചുകൊണ്ടാണ്. നമ്മൾ ബൈക്കിൽ നിന്നും വീണിട്ട് നമ്മൾക്ക് വേറെ മെയിൻ പരിക്കുകൾ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ റൂൾ അവിടെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ റൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ ആസ് എൻ എൻജിനീയർ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നാളെ ഹെൽമെറ്റിന് പകരം വെക്കാൻ വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലോ ലൈക്ക് ദിസ് അല്ലേ. ഒരു ലോനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ ആ ലോ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എലോൺ മസ്ക് വേഴ്സസ് ഓട്ടോലോസ് അല്ലേ. എലോൺ മസ്ക് ഈ എന്താ പറയുക ഓട്ടോമേറ്റഡ് കാർസുകൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ലോയോ ഒരു കാര്യങ്ങളോ ഒന്നും അന്നില്ലായിരുന്നു. ബിക്കോസ് എന്താ പറയുക, ഒരു 10-20 വർഷമൊക്കെ മുന്നേ ഉണ്ടാക്കിയ ഈ ലോ അന്ന് ആരും ചിന്തിക്കുന്നില്ല ലൈക്ക് സെൽഫ് ഡ്രൈവിങ് കാർസുകൾ ആൾക്കാർ ഇൻവെൻറ്റ് ചെയ്യും, ഡ്രൈവർലെസ് കാറുകൾ ഇറങ്ങും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലോ വേണമെന്നൊന്നും ആരും എവിടെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ലോസോ കാര്യങ്ങളൊന്നും എലോൺ മസ്ക് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇല്ലായിരുന്നു. ഓക്കെ, എലോൺ മസ്ക് ത്രൂ ടെസ്ല ഇൻട്രൊഡ്യൂസ്ഡ് ഓട്ടോ പൈലറ്റ് ആൻഡ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് വെൽ ബിഫോർ മോസ്റ്റ് കൺട്രീസ് ഹാഡ് സ്പെസിഫിക് ലീഗൽ ഫ്രെയിംവർക്ക്സ് ഫോർ ഓട്ടോണമസ് വെഹിക്കിൾ അല്ലേ. ഇത് എന്താ പറയുക, ഇൻവെൻറ്റ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇങ്ങനെ ഓട്ടോ പൈലറ്റ് ഉള്ള കാർസിനായിട്ടുള്ള ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ദിസ് പോസ്ഡ് എ ഡയറക്റ്റ് ചാലഞ്ച് ടു ട്രഡീഷണൽ ട്രാഫിക് ആൻഡ് മോട്ടോർ വെഹിക്കിൾ റോ.
ദിസ് പോസ്റ്റ് എ ഡയറക്റ്റ് ചാലഞ്ച് ടു ട്രഡീഷണൽ ട്രാഫിക് ഓർ മോട്ടോർ വെഹിക്കിൾ ലോസ് അല്ലേ. അങ്ങനെ ഒരു ഇൻവെൻഷൻ വന്നപ്പോൾ നമ്മൾ ട്രഡീഷണലി ഉണ്ടായിട്ടുള്ള ട്രാഫിക് റൂൾസും മോട്ടോർ വെഹിക്കിൾ ലോസിനും ഒക്കെ അത് എഫക്റ്റ് ചെയ്ത്. ഇങ്ങനത്തെ ഈ ട്രഡീഷണൽ ലോസ് എന്നൊക്കെ പറയുന്നത് ഒരു ഡ്രൈവർ യൂസ് ചെയ്യുന്ന ഒരു കാറിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും ആ ലോസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവർലെസ് കാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ട്രാഫിക് റൂൾസ് ഒരു കാര്യങ്ങളോ അന്ന് ഇല്ലായിരുന്നു. ഓക്കെ, വിച്ച് വർ റിട്ടൺ വിത്ത് ദ അസംഷൻ ദാറ്റ് എ ഹ്യൂമൻ ഈസ് ഓൾവേസ് ഇൻ കൺട്രോൾ. ഒരു ഹ്യൂമൻ ആയിരിക്കും ആ കാർ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ള രീതിയിലായിരുന്നു, ആ ഒരു അസംഷനിലായിരുന്നു അന്ന് ഈ ട്രാഫിക് റൂൾസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തത്. ഓക്കെ, ലൈക്ക് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഡ്യൂറിങ് എ ക്രാഷ് ഇൻവോൾവിങ് എൻ ഓട്ടോണോമസ് കാർ. അതായത് ഒരു രണ്ട് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ തമ്മിൽ ആക്സിഡന്റ് ഉണ്ടാകും, അതിന് ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ള കാര്യങ്ങൾക്കുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റൂൾസോ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, മസ്ക് ഡിഡിൻ വെയിറ്റ്, ഹി ഇന്നോവേറ്റഡ് ദ ലോ ഫോളോഡ്. പക്ഷെ മസ്ക് അങ്ങനത്തെ ലോയോ അതിനായിട്ടുള്ള ലോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റ് അവിടെ ഉപേക്ഷിച്ചിരുന്നില്ല. മസ്ക് എന്താണോ മസ്ക് വിശ്വസിച്ച് നടന്നത് അത് ബിൽഡ് ചെയ്തെടുത്ത് എന്നിട്ട് എന്ത് സംഭവിച്ചു, ലോ അതിനെ ഫോളോ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ദ ലോ ഹാസ് ഇൻ കോട്ട് അപ്പ് ഡസൻ മീൻ എഞ്ചിനീയർ ഷുഡ് ഇഗ്നോർ ദ റിസ്ക്. അതായത് just because the law has in caught up doesn't mean engineers should ignore the risk, but sometimes it takes law അതിനനുസരിച്ചിട്ടുള്ള നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാതെ നിൽക്കരുത്. അവിടുത്തെ റിസ്ക് ഇഗ്നോർ ഒരിക്കലും ചെയ്യരുത്. അതിനുള്ള പ്രോപ്പർ സേഫ്റ്റി കെയർ റെഗുലേഷൻസും കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റൈസ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ അങ്ങനത്തെ പുതിയ ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് സംടൈംസ് it takes courageous engineers to move society forward and force outdated laws to evolve. ഒരു കറേജസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ട് മാത്രം ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലോസിന് എന്താ പറയുക പുതിയ ഇൻവെൻഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലോസിനെ ഇവോൾവ് ചെയ്യാൻ സഹായിക്കുന്നത് ഇങ്ങനത്തെ കറേജസ് എഞ്ചിനീയേഴ്സ് ആണല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചാലും ഇങ്ങനത്തെ കുറേ പുതിയ ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാരണം ഇവോൾവ് ചെയ്ത് അതായത് അപ് ടു ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ എന്താ പറയുക റിസ്ക് സേഫ്റ്റി റെഗുലേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പർ പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇൻവെൻറ്റ് ചെയ്യാൻ. ഓക്കെ, എഞ്ചിനീയേഴ്സ് മസ്റ്റ് ഇൻ്റർപ്രറ്റ്, ക്വസ്റ്റ്യൻ ആൻഡ് ഇംപ്രൂവ് ദ ലോ വെൻ നെസസറി. നമ്മളാണ് ഒരു ലോ അപ് ടു ഡേറ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രോപ്പർ സാധനം ഇൻവെൻറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ലോ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കേണ്ടത് നമ്മൾ എൻജിനീയേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ പാർട്ട് ഫസ്റ്റിൽ വരുന്ന ക്ലാസ്. നമ്മൾ പറഞ്ഞ മാതിരി 3 പാർട്ടായിട്ടായിരിക്കും ഈ മൊഡ്യൂളിൻ്റെ ക്ലാസ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഫണ്ടമെൻ്റൽസ് ഓഫ് എത്തിക്സ്. അപ്പോൾ ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഓൾ.